Okay. Question ഇതാണ്, find the value of y. Find the values of y. Find the values of y. Find the values of y. At x equal to 21. Find the values of y at x equal to 21. Find the values of y at x equal to 21 from the following data. From the following data. Find the values of y at x equal to 21 from the following data. From the following data. Find the values of y at x equal to 21 from the following data. X values are 20, 23, 26, 29. 20, 23, 26, 29. 20, 23, 26, 29. 20, 23, 26, 29. Y values y values, x values 20, 23, 26, 29. Y values 0.3420, 0.3907, 0.4384, 0.4848. ഇതാണ് ടേബിൾ. ഓക്കെ, എക്സ് വാല്യൂസ് തന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y at x equal to 21 ആണ്. 21 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ ആദ്യം പി ആണ്. പി ആണ് ഇക്വേഷൻ എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എച്ച് ആണ്. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഡിഫറൻസ് ഇവിടെ 3 ആണ്. ഓക്കെ, സോ എക്സ് ഈസ് 21, സോ 21 മൈനസ് എക്സ് നോട്ട് 20 by 3, that is 1 by 3. 1 by 3 means it is 0.333 etc. 0.333 etc. That is P. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടേബിൾ വരയ്ക്കണം. ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ടേബിൾ വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ടേബിൾ വരയ്ക്കാം. ടേബിൾ ആദ്യം എക്സ്, പിന്നെ വൈ. ഇവിടെ 4 വാല്യൂസ് ആണുള്ളത്. അപ്പൊ ഡെൽറ്റ ക്യൂബ് വരെ എഴുതണം. ഡെൽറ്റ വൈ, ഡെൽറ്റ സ്ക്വയർ വൈ, ഡെൽറ്റ ക്യൂബ് വൈ. എന്താ കേക്കില്ലേ? അല്ലേ എന്താ അപ്പൊ ഈ എച്ചിന്റെ ഡിഫറൻസ് മാറ്റുണ്ടെങ്കിലോ വ്യത്യാസം ഉണ്ടെങ്കിലോ ഓരോ സംഖ്യക്കും അത് നമുക്ക് വേറെ ഫോർമുല ഉണ്ട്. അപ്പൊ നമുക്ക് ഈ മെത്തേഡ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ അതാണ് പഠിക്കുക. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസ് ഈക്വൽ ആവാതെ വരുമ്പോ, അതായത് അൺഈക്വൽ ഇന്റർവെൽ വരുമ്പോ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് അടുത്തത് പഠിക്കുക. ഓക്കെ, സോ എക്സ് വാല്യൂസ് 20, 23, 26, 29. Y values 0.3420, 0.3907, 0.4384. അടുത്ത് 0.4848. ഓക്കെ, നമ്മള് ഒരു കാര്യം ഞാൻ മറന്നു, എപ്പോഴും ഞാൻ മറക്കുന്ന കാര്യമാണ്. നമ്മളൊരു റോ എക്സ്ട്രാ വിടണം. ഓക്കെ, റോ എക്സ്ട്രാ വിടണം. അങ്ങനെ എപ്പോഴും മറന്നു പോകുന്ന ഒരു സാധനമാണ്. ഇന്നലെ ഞാനിത് മറന്നു. ഓക്കെ, ഒരു റോ നമ്മൾ എക്സ്ട്രാ വിടണം.
Okay. So അടുത്ത 23. പിന്നെ 26, 29. So 23 value 0.3907, 26 value 0.4384, 29 value 0.4848. Next step നമ്മൾ 0.3907 minus 0.3420 ചെയ്യുക. 0.3420 അപ്പോൾ കിട്ടുന്ന വാല്യൂ ഇവിടെ ഇല്ല, അത് കിട്ടുക 0.0487 ആയിരിക്കും. ഇതേ മൈനസ് ഇത്, അതായത് 23-ലുള്ള വാല്യൂ മൈനസ് 20-ലുള്ള വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 0.0487. നെക്സ്റ്റ് നമ്മൾ ഇതേ മൈനസ് ഇത് ചെയ്യുക, ഇതേ മൈനസ് ഇത് ചെയ്യുമ്പോൾ 0.0477. നെക്സ്റ്റ് നമ്മൾ 29-ലെ വാല്യൂ മൈനസ് 26-ലെ വാല്യൂ ചെയ്യാം, അപ്പോൾ നമുക്ക് കിട്ടുക 0.0464. ഓക്കെ. അത് ഡെൽറ്റ സ്ക്വയർ വൈ. ഡെൽറ്റ സ്ക്വയർ വൈ ആണ് ഇതേ മൈനസ് ഇത്, ഇതേ മൈനസ് ഇത്. അപ്പൊ ഇത് ചെറിയ വാല്യൂ, ഇത് വലിയ വാല്യൂ ആണ്, അപ്പൊ നെഗറ്റീവ് വരും. മൈനസ് 0.0010. Minus 0.0010. This is called Newton's forward difference table. Newton's forward difference table. ഈ ടേബിളിനെയാണ് ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ എന്ന് പറയും. ഈ ഒരു ചോദ്യം ഒന്നെങ്കിലും എന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഇതേ മൈനസ് ഇത് ചെയ്യാം, ഇതേ മൈനസ് ഇത് ചെയ്യുമ്പോൾ മൈനസ് 0.0013, മൈനസ് 0.0013. നെക്സ്റ്റ് ഇതേ മൈനസ് ഇത് ചെയ്യാം, സോ യു വിൽ ഗെറ്റ് മൈനസ് 0.0003, മൈനസ് 0.0003. സോ ഈ വാല്യൂസ് ഒക്കെ ചൂസ് ചെയ്യാം. ഇതിനെ y0 എന്ന് വിളിക്കുക, ഇതിനെ ഡെൽറ്റ y0 എന്ന് വിളിക്കുക, ഇതിനെ ഡെൽറ്റ സ്ക്വയർ y0 എന്ന് വിളിക്കുക, ഡെൽറ്റ ക്യൂബ് y0 എന്ന് വിളിക്കുക. ഓക്കെ. ഡെൽറ്റ y0, ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ ക്യൂബ് y0. This is Newton's forward difference table. ഓക്കെ. ഇത് നിങ്ങൾ ഇതൊക്കെ വളരെ ഈസിയാണ്. ഇതേ മൈനസ് ഇത്, ഇതേ മൈനസ് ഇത്, ഇതേ മൈനസ് ഇത്, അപ്പൊ 3 വാല്യൂസ് കിട്ടും. പിന്നെ ഇതേ മൈനസ് ഇത് ചെയ്യാം, ഇതേ മൈനസ് ഇത് ചെയ്യാം, അപ്പൊ 2 വാല്യൂസ് കിട്ടും. പിന്നെ നമ്മൾ ഡിഫറൻസ് ഇട്ട് 3ാമത്തെ വാല്യൂ കിട്ടും. ഇതിൽ നിന്ന് y0, ഡെൽറ്റ y0, ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ ക്യൂബ് y0. ഇനി നമ്മൾ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ yp is equal to y0 plus p into delta y0 plus p into p minus 1 by 2 factorial into delta square y0 plus p into p minus 1 into p minus 2 by 3 factorial into delta cube y0. ഇത്ര വരെ നമ്മൾ ചെയ്താൽ മതി. ഡെൽറ്റ റേസ്റ്റ് 4 ഒന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അടുത്ത ടേംസ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല. ആദ്യം നമ്മൾ y0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y0 എന്ന് പറയുന്നത് 0.3420 ആണ്. മനസ്സിലാവുണ്ടോ? ഞാൻ ചെയ്യുന്നതൊക്കെ മനസ്സിലാവുണ്ടോ എല്ലാവർക്കും? ക്ലിയർ ആണോ? 3 പേരേ ഉള്ളൂ. 3 പേർക്ക് മനസ്സിലാവുണ്ടോ എന്ന് ചോദിക്കാം. യെസ്. പ്ലസ് മറ്റൊരു 0.33333 4 എഴുതുക ഇൻറ്റു y0 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. y0 0.0487 പ്ലസ് 0.3333 into 0.3333 minus 1 by 2 factorial into delta square y0 is minus
0.0010 plus P into 0.33333 into 0.33333 minus 1 into 0.3333 minus 2 divided by 3 factorial into minus 0.0003. So ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ അതാണ് YP. That is called Y of 21. Y of 21. So കിട്ടുന്ന വാല്യൂ ഞാൻ ജസ്റ്റ് പറയാം 0.3583 0.3583 0.3583 0.3583. ഓക്കെ. സോ നിങ്ങൾ ഈ ഒരു മെത്തേഡിലാണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ചെയ്യുന്നത്. ഇതുപോലെ വേറൊരു മെത്തേഡാണ് ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ. ഓക്കെ, ബാക്ക്വേർഡ് ആകുമ്പോൾ ഇക്വേഷൻ ചെറിയ മാറ്റമുണ്ട്. YP is equal to Y0 plus P into delta Y0 plus P into P plus 1 by 2 factorial into ഡെൽറ്റ എന്ന് പറയാൻ ചെയ്യാം. അതിന് നമുക്ക് വേറെ നൊട്ടേഷൻ വിളിക്കണം. ഈ നൊട്ടേഷന്റെ പേര് എനിക്ക് അറിയില്ല. ഓക്കെ, ഡെൽറ്റ സ്ക്വയർ Y0 പ്ലസ് P into P plus നാബ്ല ആണ്, നാബ്ല P plus 2 by 2 3 factorial into delta Q. അതെങ്ങനെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഇതേ മെത്തേഡ് തന്നെയാണ്. ടേബിൾ വരയ്ക്കുന്നതൊക്കെ സെയിം ആണ്. നമ്മൾ ആ വാല്യൂസ് ചൂസ് ചെയ്യുന്നതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്, ഫോർമുലയിലും മാറ്റം. ഈ ടേബിൾ ഉണ്ടല്ലോ, നമ്മൾ വരച്ച ടേബിൾ അത് സെയിം തന്നെയാണ്. ബാക്ക്വേർഡ് ഡിഫറൻസ് അതിൽ യാതൊരു മാറ്റമില്ല. ഓക്കെ, സോ ബാക്ക്വേർഡ് ഡിഫറൻസ് നമുക്ക് നാളെ ചെയ്യാം, അടുത്ത ദിവസം. നാളെ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ചെയ്യാം. പിന്നെ നമുക്കുള്ളത് ലഗ്രാഞ്ചിയൻ ഇന്റർപോളേഷൻ. ലഗ്രാഞ്ചിയനാണ് ഞാൻ ഗോകുല് ചോദിച്ച പോലെയുള്ള ഡിഫറൻസ് ഈക്വൽ ആവാത്ത പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ലഗ്രാഞ്ചിയൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് ഇൻസ്റ്റൻസ് ട്രപ്പിസോയിഡ് ഉള്ളൂ. അങ്ങനെ ഒരു 2-3 മെത്തേഡ്സും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ കഴിയും. ഓക്കെ, സോ എല്ലാവരും ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തരാം, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ. കുറെ പ്രോബ്ലം ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. ഇതിന് വലിയ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. ഓക്കെ, ഫ്രം ദി ഫോളോയിങ് ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക എല്ലാവരും. ഫ്രം ദി ഫോളോയിങ് ടേബിൾ ഓഫ് ഹാഫ് ഇയർലി premium for policies maturing at different ages. Estimate the premium for policies maturing at age of 46 and 63. So രണ്ടെണ്ണം കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ചെയ്ത കഴിഞ്ഞു. അഡ്മിഷൻ നടക്കുന്നത് ഭയങ്കര തെറ്റിലാണ്, അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ 45, 50, 55, 60, 65. Y value 114.84, 96.16, 83.32, 74.48, 68.48. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് 46ലെയും കണ്ടുപിടിക്കണം, 63ലെയും കണ്ടുപിടിക്കണം. അപ്പോൾ ഒറ്റ ടേബിൾ വരച്ചാൽ മതി. പക്ഷെ നമ്മുടെ എച്ച് മാറും. എച്ച് അല്ല പി അല്ല ഞാൻ പറഞ്ഞു, പി മാറും. പി എന്ന് പറയുന്നത് ആദ്യത്തേല് 46 - 45/5 ആണ് വരിക. രണ്ടാമത്തേല് 63 - 45/5. അപ്പൊ രണ്ട് ഇക്വേഷൻസും ഇട്ടിട്ട് കാണാം. വലത്തേത് രണ്ട് പ്രോബ്ലം ആണ്, പക്ഷെ ഒറ്റ ടേബിളിൽ തന്നെ നമുക്ക് ചെയ്യാം. ഈ പ്രോബ്ലം ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എക്സ് വാല്യൂ 45, 50, 55, 60, 65.
Y value 114.84, 96.16, 83.32. This is 32. Okay, 83.32, 74.48, 68.48. Okay. എല്ലാവരും വീട്ടിലെടുത്തോ ഇത്? ഞാൻ ജസ്റ്റ് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. എനിക്ക് ഒരു അഡ്മിഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, രണ്ട് മൂന്ന് പേര് കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഓടി വന്നതാണ്. ഓക്കെ, സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. ഓക്കെ, from the following table of half-yearly premium for policies maturing at different ages. So X values, Y values എഴുതിയെടുക്കുക. ഇത് ടേബിൾ വരയ്ക്കുക. എന്നിട്ട് 46ലെയും 63ലെയും വാല്യൂസ് കണ്ടുപിടിക്കും. ഓക്കെ, മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ മനസ്സിലാവുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ? Can we stop today's class? മനസ്സിലാവുണ്ടോ? ഓക്കെ, ഫൈൻ. ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫോർവേഡ് പ്രൊഡക്ഷൻ ആണ്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ബാക്ക്വേർഡ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.